പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ കൊച്ചി വൈറ്റില സ്വദേശിയായ ബാദുഷ സ്വപ്നതുല്യമായ തുടക്കം ലഭിച്ചിട്ടും എന്തുകൊണ്ട് മലയാള സിനിമയിലെ യുവനടന്മാരിൽ ഒരാളായില്ല? ഇദ്ദേഹത്തെ ഏതെങ്കിലും പവർ ഗ്രൂപ്പ് തഴഞ്ഞതാണോ? ചോദ്യങ്ങൾ ഒട്ടേറെ. പപ്പയുടെ സ്വന്തം അപ്പൂസ് റിലീസായി 32 വർഷം പിന്നിടുന്ന വേളയിൽ ഇതിനെല്ലാം മനോരമ ഓൺലൈനിലൂടെ മറുപടി പറയുകയാണ് ദുബായിൽ ജോലി അന്വേഷിച്ചെത്തിയ ബാദുഷ മുഹമ്മദ്. ഒരു പാട്ട് മുഴുവൻ മമ്മൂട്ടിയുടെ നെഞ്ചോട് ഒട്ടിച്ചേർന്ന് അഭിനയിക്കാൻ സുവർണാവസരം ലഭിച്ച ഒരേയൊരു അഭിനേതാവായിരിക്കാം മാസ്റ്റർ ബാദുഷ. മോഹത്തിൻ പൂന്നുള്ളി ബാല്യങ്ങൾ കോർക്കുന്ന അഭിനയ കളരിയിൽ നിന്ന് സിനിമയുടെ പൂക്കാലത്തിലേക്ക് വളരാൻ പക്ഷേ ഈ യുവാവിന് സാധിച്ചില്ല. 1990-ൽ അശോകൻ താഹയുടെ സംവിധാനത്തിൽ സുരേഷ് ഗോപി പാർവതി ജോഡി നായികനായകന്മാരായി അഭിനയിച്ച സാന്ദ്രമായിരുന്നു എൻ്റെ ആദ്യ സിനിമ. അന്ന് എനിക്ക് 4 വയസ്സ് മാത്രമായിരുന്നു. ഇന്നസെന്റ് ചേട്ടൻ്റെ മകനായിട്ടായിരുന്നു അഭിനയിച്ചത്. 7th ഡേ അഡ്വന്റിസ്റ്റ് സ്കൂളിൽ പുഞ്ചിരി മത്സരത്തിൽ ജേതാവായ എന്നെ സിനിമയിലേക്ക് നേരിട്ട് തിരഞ്ഞെടുക്കുകയായിരുന്നു. അശോകൻ താഹ സംവിധാനം ജോഡിയിൽ താഹയുടെ മകൻ എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അങ്ങനെയാണ് അവസരം ലഭിച്ചത്. തുടർന്ന് ഇതേ വർഷം തന്നെ രഘുവരൻ, സുകുമാരൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സംഗീത ശിവൻ സംവിധാനം ചെയ്ത വ്യൂഹത്തിലും ബാലതാരമായി സുകുമാരൻ ചേട്ടൻ്റെ മകനായിട്ടായിരുന്നു അഭിനയിച്ചത്. ഈ സിനിമയിലേക്ക് എത്തിച്ചേർന്നത് ഓഡിഷൻ വഴിയും. തുടർന്ന് സിനിമകളൊന്നും ലഭിച്ചില്ല. സിനിമ ബാദുഷയെ തേടി എത്തിയില്ല എന്ന് തന്നെ പറയാം. നടൻ കൊച്ചിൻ ഹനീഫയുടെ സഹോദരി പുത്രനാണ് ബാദുഷ. ഒരു യാഥാസ്ഥിക കുടുംബമായതിനാൽ വാപ്പയ്ക്ക് ഞാൻ സിനിമയിൽ തുടരുന്നതിനോട് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ ഉമ്മയുടെ കുടുംബത്തിന് എതിർപ്പുമില്ലായിരുന്നു. അങ്ങനെയാണ് 2 വർഷത്തിനു ശേഷം 1992-ൽ ഫാസിൽ സംവിധാനം ചെയ്ത പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയിൽ നായകനായ മമ്മൂട്ടിയുടെ മകൻ അപ്പൂസായി അഭിനയിക്കുന്നത്. ആ സിനിമ സൂപ്പർ ഹിറ്റാവുകയും ബാദുഷക്ക് ആ വർഷത്തെ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡും ഫിലിം ക്രിറ്റിക്സ് പുരസ്കാരവും ലഭിച്ചു. ഈ പയ്യൻ ഭാവിയിൽ തിരക്കേറിയ നടനാകുമെന്ന് എല്ലാവരും കരുതി. പക്ഷേ സംഭവിച്ചതോ? പിന്നീട് അവസരത്തിന് വേണ്ടി കാര്യമായി ശ്രമിക്കാതെ വിദ്യാഭ്യാസത്തിൽ മുഴുകുകയായിരുന്നു താനെന്ന് ബാദുഷ പറയുന്നു. MBA നേടിയെങ്കിലും അക്കൗണ്ടൻസിലായിരുന്നു താല്പര്യം. കൊച്ചിയിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ അക്കൗണ്ട്സ് വിഭാഗത്തിൽ 6 വർഷം ജോലി ചെയ്തു. ഇതിനിടെ സിനിമയിൽ പ്രതീക്ഷ പുലർത്തി ഒട്ടേറെ സംവിധായകരെ സമീപിച്ചെങ്കിലും അവസരം ലഭിച്ചില്ല.